ഇന്ന് ജർമ്മനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും ചോദിക്കുന്ന ഒരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഹൗസ് ബിൽഡിംഗ് ആണോ നല്ലത്, മാസ്റ്റേഴ്സ് ആണോ നല്ലത്? ചില കൺസൾട്ടൻസ് പറയും മാസ്റ്റേഴ്സ് മാത്രമാണ് നല്ലതെന്ന്. മറ്റു ചിലർ പറയും ഹൗസ് ബിൽഡിംഗ് ആണ് ബെസ്റ്റ്, ഭാവി സുരക്ഷിതമാണെന്ന് പറയും. പക്ഷെ സത്യം എന്താണ്? ഇന്ന് ഞാൻ ഈ രണ്ട് സൈഡും എടുക്കുന്നില്ല, പകരം രണ്ടിന്റെയും ഗുണങ്ങളും ദോഷങ്ങളും വിശദമായി പറഞ്ഞുതരാം. ഈ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറിന് ഏറ്റവും ആവശ്യമായ വഴി നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. നമസ്കാരം, സേഫ് ഹോം ജർമ്മനിയിലേക്ക് സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് സജിൻ. ഇന്ന് പറയാൻ പോകുന്ന വിഷയം കാരണം നിരവധി വിദ്യാർത്ഥികൾക്ക് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. എനിക്ക് ദിവസവും വരുന്ന ചോദ്യങ്ങളിലൊന്നാണ്, ഞാൻ ബികോം ആണ്, മാസ്റ്റേഴ്സ് ആണോ ഹൗസ് ബിൽഡിംഗ് ആണോ നല്ലത്? സർ ഡിഗ്രി കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം? സർ സാലറി ഏതിനാണ് കൂടുതൽ? സർ പി ആർ വേഗം ഏതിനാണ് കിട്ടുക? ഇന്നത്തെ വീഡിയോ കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് ലഭിക്കും. എപ്പോഴും പറയാറുള്ളത് പോലെ ഈ ലൈവ് കാണുന്നവരാരെങ്കിലും അല്ലെങ്കിൽ വീഡിയോ കാണുന്നവരാരെങ്കിലും ഡിഗ്രി കഴിഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് ഡിഗ്രി എന്നോ അല്ലെങ്കിൽ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് എന്നോ, വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽ എന്നോ അല്ലെങ്കിൽ നേഴ്സ് ആണെങ്കിൽ നേഴ്സ് എന്നോ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, സോ ഡോയ്ച്ച് വിത്ത് സജിൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. നിങ്ങൾക്കത് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും, ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ജർമ്മൻ പഠിപ്പിക്കുന്നുണ്ട്. A1 തൊട്ട് C2 വരെ 814 പിള്ളേർ ഓൾറെഡി അവിടെ പഠിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്കും അവിടെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ജർമ്മൻ ലാംഗ്വേജ് പ്രോപ്പർ ആയിട്ട് പഠിക്കണമെന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്പർ ഓൾറെഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് കമന്റ് ചോദിച്ചാലും മതി. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഹൗസ് ബിൽഡിംഗ് എന്നുള്ളതാണ്. ഹൗസ് ബിൽഡിംഗ് എന്നത് ജർമ്മനിയിലെ വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഇതൊരു കോളേജ് മാത്രമല്ല, കമ്പനി പ്ലസ് സ്കൂൾ ട്രെയിനിങ് ആണ്. ആഴ്ചയിൽ കുറച്ച് ദിവസം നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ജോലി, ബാക്കി ദിവസം വൊക്കേഷണൽ സ്കൂൾ. അതെപ്പോഴും ട്രെയിനിങ്ങിന് അടുത്തായിട്ട് വരും. ഓക്കെ, ഈ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് തന്നെ മന്ത്ലി സാലറി നിങ്ങൾക്ക് ലഭിക്കും. ഇറ്റ് ഈസ് കോൾഡ് സ്റ്റൈപ്പൻഡ്. ഇതാണ് ഈ ഹൗസ് ബിൽഡിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മാസ്റ്റേഴ്സ് എന്നുള്ളതാണ്. മാസ്റ്റേഴ്സ് ഡിഗ്രി എന്നത് ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ഹയർ എഡ്യൂക്കേഷൻ ആണ്. യൂണിവേഴ്സിറ്റിയിൽ അക്കാഡമിക് ആയിട്ട് നമ്മൾ പഠിക്കുന്നു. റിസർച്ച് ഓപ്ഷൻസ് ഉണ്ട്, പ്രൊജക്ട്സ് ഉണ്ട്, തീസിസ് ഉണ്ട്, സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അക്കാഡമിക് കരിയർ അല്ലെങ്കിൽ ഹൈ സ്കിൽഡ് ജോബ്സ് ലക്ഷ്യമിടുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇനി സെക്ഷൻ നമ്പർ നമ്മൾ മൂന്നാമത്തെ നോക്കാം. ഇതിന്റെ ഒരു എലിജിബിലിറ്റി കമ്പാരിസൺ എന്താണെന്നുള്ളത്. ഹൗസ് ബിൽഡിംഗ് ആണെങ്കിൽ 12 ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ മസ്റ്റ് ആണ്. ജർമ്മൻ ലാംഗ്വേജ് വേണം. സാധാരണമായി B1 ഫുൾ മൊഡ്യൂൾ അല്ലെങ്കിൽ B2 പാർഷ്യലി ചില സ്ഥലങ്ങളിൽ അക്സെപ്റ്റഡ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിനു മുമ്പ് ഒരു കമ്പനി ഇന്റർവ്യൂ ഉണ്ടാകും. ഇനി മാസ്റ്റേഴ്സ് നോക്കാം. റെക്കഗ്നൈസ്ഡ് ബാച്ചിലേഴ്സ് ഡിഗ്രി നമുക്ക് ഇന്ത്യയിൽ നിന്നുണ്ടാകണം. IELTS അല്ലെങ്കിൽ ടോഫൽ പോലെയുള്ള ഇംഗ്ലീഷ് റിക്വയർമെന്റ്സ് കോഴ്സിനനുസരിച്ച് ആവശ്യമാണ്. ചില കോഴ്സുകൾ ജർമ്മനിലായിരിക്കും, അത് നമ്മൾ നോക്കണം. ഇപ്പൊ APS സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആണ്. അതേപോലെ തന്നെ പുതിയൊരു എക്സാമും കൂടെ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ മുമ്പത്തെ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും അത് ഏതാണ് എക്സാം എന്നുള്ളത്, അതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. ഇനി നമ്മൾ ചിലവ് താരതമ്യം ചെയ്യുമ്പോൾ ഹൗസ് ബിൽഡിംഗ് സമയത്ത് സാലറി ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ പഠിക്കുമ്പോൾ തന്നെ ഏൺ ചെയ്യാൻ പറ്റും. മാസ്റ്റേഴ്സ് സമയത്താണെങ്കിൽ ചില പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ട്യൂഷൻ ഫീ ഇല്ല, പക്ഷേ ലിവിംഗ് കോസ്റ്റ്, ബ്ലോക്ക്ഡ് അക്കൗണ്ട്, ഇൻഷുറൻസ്, റെന്റ്, ഫുഡ് ഇവയ്ക്കൊക്കെ പണം ആവശ്യമാണ്. സാലറി കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ ഹൗസ് ബിൽഡും ട്രെയിനിങ് സാലറി ലഭിക്കും, പിന്നീട് അത് ഫുൾ സാലറി ആയിട്ട് മാറും. മാസ്റ്റേഴ്സ് ആണെങ്കിൽ പഠനകാലത്ത് പാർട്ട് ടൈം ജോബ് എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. ഗ്രാജുവേഷൻ കഴിഞ്ഞ് സ്കിൽഡ് സാലറി നന്നായിട്ട് ലഭിക്കും. ചില മേഖലകളിൽ മാസ്റ്റേഴ്സ് ഗ്രാജുവേഷന് ഉയർന്ന ശമ്പള സാധ്യതയും ഉണ്ടാകാം. ഞാൻ എപ്പോഴും നോക്കുന്ന കരിയർ ഗ്രോത്ത് ആണെങ്കിൽ ഹൗസ് ബിൽഡിങ്ങില് പ്രാക്ടിക്കൽ സ്കിൽസും ഇൻഡസ്ട്രി എക്സ്പീരിയൻസും ഫാസ്റ്റ് എൻട്രി ടു ജോബ് മാർക്കറ്റ് ആണ്. ഈ ഹൗസ് ബിൽഡിംഗ് എടുക്കുവാണെങ്കിൽ മാസ്റ്റേഴ്സ് ആണെങ്കിൽ റിസർച്ച് ഓറിയന്റഡ് ആണ്. മാനേജ്മെന്റ്, എഞ്ചിനീയറിംഗ്, IT, ഇന്റർനാഷണൽ കരിയർ, ഹയർ പൊസിഷൻ ഒക്കെയാണ് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് എപ്പോഴും ഉണ്ടാകുക. നമ്മൾ PR കമ്പാരിസൺ ആണ് നോക്കുന്നതെങ്കിൽ വളരെ കോമൺ ക്വസ്റ്റ്യൻ ആണ്, PR ഏതിനാണ് വേഗം എന്നുള്ളത്. PR ലഭിക്കുന്നത് ജോലി, നിയമപരമായ താമസം,
ഭാഷ, വരുമാനം, റെസിഡൻസ് റിക്വയർമെന്റ്സ് ഇവയെ ആശ്രയിച്ചായിരിക്കും. ഇനി മാസ്റ്റേഴ്സ് ആണോ ഹൗസ് ബിൽഡിംഗ് ആണോ എന്നത് മാത്രം PR പെട്ടെന്ന് കിട്ടുമോ എന്നൊന്നും നമുക്ക് ആ, തീരുമാനിക്കേണ്ട കാര്യമില്ല. ഇനി ആരാണ് ഹൗസ് ബിൽഡിംഗ് തിരഞ്ഞെടുക്കേണ്ടത്? പ്രാക്ടിക്കൽ വർക്ക് കൂടുതൽ ഇഷ്ടമുള്ളവര്, വേഗം ജോലി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവര്, പഠിക്കുമ്പോൾ സാലറി വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, സ്കിൽഡ് ട്രേഡ്സ്, നേഴ്സിംഗ്, ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക് തുടങ്ങിയ മേഖലകളിൽ കരിയർ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഹൗസ് ബിൽഡിംഗ് നല്ലൊരു ഓപ്ഷനാണ്. ഇനി മാസ്റ്റേഴ്സ് ആരാണ് തിരഞ്ഞെടുക്കേണ്ടത്? എഞ്ചിനീയറിംഗ്, IT, ബിസിനസ്, റിസർച്ച്, മാനേജ്മെന്റ്, അതേപോലെ തന്നെ അക്കാഡമിക് കരിയേഴ്സ്, ഇന്റർനാഷണൽ കോർപ്പറേറ്റ് ജോബ്സ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്കാണ് ഈ പറയുന്ന മാസ്റ്റേഴ്സ് എപ്പോഴും നല്ലത്. ഞാൻ എപ്പോഴും വീഡിയോ പറയാറുള്ളത് പോലെ ബിഗ്ഗസ്റ്റ് മിത്തുകളുണ്ട്. ഹൗസ് ബിൽഡിംഗ് എന്ന് വെച്ചാൽ ലോ സ്റ്റാറ്റസ് ആണ്. തെറ്റ്. ജർമ്മനി സ്കിൽഡ് വർക്കേഴ്സിന് ഇപ്പോഴും നല്ല ഡിമാൻഡാണ്. രണ്ടാമതാണ് മാസ്റ്റേഴ്സ് ചെയ്താൽ മാത്രം വലിയൊരു സാലറി. അതും തെറ്റാണ്. ഫീൽഡ്, എക്സ്പീരിയൻസ്, സ്കിൽസ്, ലാംഗ്വേജ് മസ്റ്റ്, കമ്പനി, ഇതൊക്കെ അനുസരിച്ചാണ് സാലറി എപ്പോഴും ഡിസൈഡ് ചെയ്തത്. ഇനി ഹൗസ് ബിൽഡിംഗ് ചെയ്താൽ ഡിഗ്രി വാല്യൂ ഇല്ല. അത് തെറ്റായിട്ടുള്ളൊരു ഇതാണ്, സ്റ്റേറ്റ്മെന്റ് ആണ്. ജർമ്മനിയിൽ വൊക്കേഷണൽ ട്രെയിനിങ് ക്വാളിഫിക്കേഷന് വലിയ അംഗീകാരമുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടു ഹൗസ് ബിൽഡിംഗ് എന്താണെന്ന് കണ്ടു, മാസ്റ്റേഴ്സ് എന്താണെന്ന് കണ്ടു, എലിജിബിലിറ്റി എന്താണെന്ന് കണ്ടു, സാലറി എന്താണെന്ന് പറഞ്ഞു, കോസ്റ്റ്, കരിയർ ഗ്രോത്ത്, PR എങ്ങനെ കിട്ടും എന്നൊക്കെ പിന്നെ നമ്മൾ കണ്ടു. ഇനി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏതാണ് നിങ്ങൾ എടുക്കേണ്ടതെന്നുള്ളത്. ഞാൻ ഓൾറെഡി ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ചും അതിന്റെ കൃത്യമായിട്ട് വിവരണം ഞാൻ 2 വീഡിയോസുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാണെങ്കിൽ കിട്ടും. നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി കോൺടാക്ട് us. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മോസ്റ്റ്ലി ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ ഒരു ചാനലിൽ ജർമ്മനി റിലേറ്റഡ് ആയിട്ട് കണ്ടന്റ് മാത്രമേ വരികയുള്ളൂ. ഡെയിലി അത് വരും. അതേപോലെ തന്നെ ജർമ്മനിക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്കൊന്ന് ഫോർവേഡ് ചെയ്യുക. കാരണം വി ഹാവ് ഇൻഫർമേഷൻസ് അല്ലേ. ഇൻഫർമേഷൻ ഈസ് വെൽത്ത്. അത് നോളജ് ആണ്. അപ്പൊ നിങ്ങൾ അത് എടുക്കുക, നിങ്ങൾ കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയുക. ഐ വിൽ ഡെഫിനറ്റ്ലി ഗിവ് ദ ആൻസർ വിത്തിൻ 24 hours.